തമിഴ്നാടു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിജീവിതയ്ക്ക് അയച്ച ഭീഷണി സന്ദേശങ്ങൾ പുറത്ത്. പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും തിരിച്ചടി താങ്ങില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്കെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുമെന്നും ഭീഷണി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ SITയുടെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. തെളിവെടുപ്പിനായി 7 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം. കുറ്റകൃത്യം നിലനിൽക്കില്ലെന്നും ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SITക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടക്കുന്നതെന്നും ചോദ്യം. വിമർശനം കേസിൽ പ്രതിചേർക്കപ്പെട്ട ശങ്കർദാസിന്റെ അറസ്റ്റ് ചെയ്യാത്തതിൽ. ഒരാൾ പ്രതിചേർത്ത അന്നു മുതൽ ആശുപത്രിയിലെന്നും നിരീക്ഷണം. വിമർശനം പ്രതികളായ പത്മകുമാർ, ഗോവർദ്ധൻ, മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ പ്രതികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. കേരളത്തിന്റെ മുന്നോട്ട് പോക്ക് തടയിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ചില വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക നയത്തിനുമെതിരെ സത്യാഗ്രഹ സമരം നടത്തി LDF. സമരം ജനങ്ങളെ കബളിപ്പിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതി. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിലെത്തിയത് 10 ദിവസത്തിൽ താഴെ മാത്രമെന്ന വിമർശനം. കോടതിയിലെത്തുന്ന സമയം ഉറങ്ങാറാണ് പതിവെന്നും പരിഹാസം. വിമർശനം കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ. മകരവിളക്കിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. ഘോഷയാത്ര പുറപ്പെട്ടത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന്. മകരവിളക്ക് ബുധനാഴ്ച. സന്നിധാനത്ത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയുടെ മൊഴിയെടുത്ത് CBI. ഡൽഹി CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ നീണ്ടത് 5 മണിക്കൂർ. പാർട്ടിയല്ല ദുരന്തത്തിന് കാരണമെന്നും വിജയ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. വിജയുടെ ആവശ്യം പരിഗണിച്ച് നാളെ ഹാജരാകണമെന്ന നിർദ്ദേശം പിൻവലിച്ചു. The PSLV vehicle is a 4-stage vehicle with 2 solid stages and 2 liquid stages. The performance of the vehicle up to the end of, close to the end of third stage was as expected. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates. And subsequently, there is a deviation observed in the flight path. ISROയുടെ PSLV C-62 വിക്ഷേപണം പരാജയം. വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിൽ തകരാർ തിരിച്ചടിയായി. വിക്ഷേപണം ലക്ഷ്യം കണ്ടില്ലെന്നും ISRO ചെയർമാൻ. PSLV ദൗത്യം പരാജയപ്പെടുന്നത് തുടർച്ചയായി 2ാം തവണ. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗവും കൂടുതൽ തെളിവെടുപ്പിനായി രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വിവരങ്ങൾ വിനയരാജൻ നൽകും. ബലാത്സംഗ കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ വാറന്റ് അടക്കം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും 2 കേസുകളായിരുന്നു കോടതിക്ക് മുൻപിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട SITയുടെ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കേസും, രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയുമായിരുന്നു. അതിൽ പ്രധാനമായും SIT ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ 7 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരുന്നു കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ഹോട്ടലിൽ എത്തിച്ച് നേരിട്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി 7 ദിവസമെങ്കിലും രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ്
SIT കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നാളെ ഈ കേസ്, ഈ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യാപേക്ഷയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ സമയത്താണ് പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ കേസിലടക്കം തന്നെ ഇന്ന് കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇതുവരെയും പോലീസിന്റെ ഒരു റിപ്പോർട്ട് പോലും ലഭിച്ചിട്ടില്ല. ഈ പോലീസിന്റെ റിപ്പോർട്ട് ഒന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ജാമ്യം നൽകുക എന്നാണ് കോടതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ MLA ആണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച സംഭവങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിക്കട്ടെ. ആ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം മാത്രം ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ പ്രതിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കുറ്റകൃത്യം നിലനിൽക്കില്ല. കൂടാതെ ഈ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നതും, തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉയരുന്നതെന്നായിരുന്നു രാഹുൽ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം. പ്രതിഭാഗവും ഇന്ന് ജാമ്യം വേണമെന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ നാളെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് വ്യക്തമാക്കുന്നത്. പരാതി നൽകിയ മൂന്നാമത്തെ അതിജീവതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ പുറത്ത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നും പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. താൻ എല്ലാത്തിന്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. 1 മാസം മുന്നേ ആയിരുന്നു ഇതൊക്കെ എങ്കിൽ താൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇമേജ് തിരിച്ചുപിടിക്കലൊന്നുമല്ല, ഇതൊക്കെ നിന്റെ തോന്നലാണ്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ നീ താങ്ങില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച് ഏത് വ്യവസ്ഥ ഉപയോഗിച്ചാണെന്ന് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരിശോധിക്കാതെ പറയാൻ കഴിയില്ലെന്നും സതീശൻ പറഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. എനിക്കറിയില്ല ഏത് പ്രൊവിഷൻ വഴിയാണ് അത് വരുന്നതെന്ന് എനിക്കറിയില്ല. അത് നോക്കാം, അത് പരിശോധിച്ചിട്ട് പറയും. അല്ലല്ല, അത് അങ്ങനെയൊന്നും എത്തിക്സ് കമ്മിറ്റി ഒന്നും അല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കണത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ്, നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ഷാഫി പറമ്പിൽ. സത്യം തെളിയട്ടെ, നീതി ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വടകര ഫ്ളാറ്റിനെ കുറിച്ചുള്ള പരാമർശത്തിൽ മറുപടി പറയേണ്ടതില്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. കോഴിക്കോട് ചേളന്നൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI ചേളന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ജനപ്രതിനിധിയായ ഒരാൾ ഇത്തരം ഒരു ആരോപണം നേരിടുമ്പോൾ MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും നേതാക്കൾ പറഞ്ഞു. മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായി വഴിപാടും പൂജയും നടത്തി യൂത്ത് കോൺഗ്രസ് നേതാവ്. പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി റജോ വള്ളംകുളമാണ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും വഴിപാടുകളും നടത്തിയത്. ശത്രുസംഹാര പൂജയും ഭാഗ്യസൂക്താർച്ചനയുമാണ് നടത്തിയത്. കൂടാതെ പുതുപ്പള്ളി പള്ളിയിൽ കുർബാനയും നടത്തി. മാങ്കൂട്ടത്തിന്റെ പ്രതിസന്ധി മാറാനാണ് പൂജ നടത്തിയതെന്നാണ് വിശദീകരണം. രാഷ്ട്രീയപരമായിട്ടല്ല, വ്യക്തിപരമായിട്ടാണ് ഇപ്പോൾ പൂജകൾ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പുമായാണ് മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യം. LDF സത്യാഗ്രഹ സമരവേദിയിലാണ് മുഖ്യമന്ത്രി ഈ കപ്പ് ഉപയോഗിച്ചത്.
കപ്പിലെ വാചകങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടുപ്പുണ്ട് എന്ന പിന്നാലെ ഫോട്ടോ പങ്കുവച്ച അതിജീവിതം കുറിച്ചു. രാഹുൽ മങ്കോടത്തിന്റെ അറസ്റ്റിന് പിന്നാലെ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകം അതിജീവിത ഉപയോഗിച്ചിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SITക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. ഒരാൾ പ്രതി ചേർത്ത അന്ന് മുതൽ ആശുപത്രിയിൽ കിടക്കുകയാണെന്നും അയാളുടെ മകൻ SP ആണ്, അതാണ് ആശുപത്രിയിൽ പോയതെന്നും കോടതി വിമർശിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെയും കർണാടക ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. പ്രതികളുടെ ജാമ്യ ഹർജി വിധി പറയാനായി മാറ്റി. കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സത്യാഗ്രഹ സമരം. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അവകാശപ്പെട്ടത് പലതും കേന്ദ്ര സർക്കാർ പലതും തട്ടിപ്പറിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രത്തെ പിന്തുണച്ച് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് UDF ശ്രമിക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് ശബ്ദമുയർത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമരത്തിൽ മന്ത്രിമാർ, LDFന്റെ ജനപ്രതിനിധികൾ, നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വന്തം കയ്യിൽ ഉള്ള അധികാരം അത് അമിതാധികാരമാണ് എന്ന് ധരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ തീർത്തും വിവേചനപരമായാണ് നമ്മുടെ അവകാശങ്ങൾ കവരുന്നത്, പിടിച്ചു പറിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ രീതിയിൽ ഇറങ്ങാൻ നാം നിർബന്ധിതമാകുന്നത്. ഇത്തരമൊരു അസാധാരണ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ചില വിഭാഗങ്ങൾ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറല്ല. കേന്ദ്ര ഗവൺമെൻറ് പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും BJP അതിൻ്റെ എല്ലാം കൂടെയാണ് നിൽക്കുന്നത്. 2016 വരെ മാറി മാറി ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് UDF. കോൺഗ്രസും മുന്നണി എന്ന നിലക്ക് UDF. നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല. സർക്കാരുമായി യോജിച്ച് ഒരു സമരത്തിനും UDF ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുറത്ത് സമരം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നു. മോദിയും അമിത്ഷായും പറയുന്ന പേപ്പറുകളിൽ ഒപ്പുവെച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. BJPയും സംഘപരിവാറും സഞ്ചരിക്കുന്ന അതേ വഴിയിലാണ് മുഖ്യമന്ത്രിയും CPIMും സഞ്ചരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഈ സർക്കാരുമായിട്ട് യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവർ ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. ഇവരുടെ കൂടെ കൂടി പോയാൽ, സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം പ്രതി മാർട്ടിൻ സമർപ്പിച്ച ഹർജി മാറ്റിവെച്ചു. ഫെബ്രുവരി 4-ാം തീയതി ഹർജി പരിഗണിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. കുറ്റകൃത്യം നടന്ന വാഹനത്തിൽ താൻ ഉണ്ടായിരുന്നില്ലെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് തനിക്കെതിരെയുള്ള കുറ്റമെന്നുമാണ് മാർട്ടിൻ പറയുന്നത്. അതേ ആരോപണം നേരിട്ട 8-ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. ആ ആനുകൂല്യം തനിക്കും ലഭിക്കണമെന്ന് മാർട്ടിൻ ഹർജിയിൽ ആവശ്യപ്പെട്ടു.
നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക TB മിനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിചാരണ കോടതി. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നത് 10 ദിവസത്തിൽ താഴെയാണെന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നുമാണ് കോടതി വിമർശിച്ചത്. കോടതിയിൽ ഉണ്ടാകുമ്പോൾ ഉറങ്ങുന്നതാണ് പതിവ്. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയെ കാണുന്നത്. എന്നിട്ടാണ് പുറത്തുപോയി കോടതിയെ വിമർശിക്കുന്നതെന്നും വിചാരണ കോടതി പറഞ്ഞു. കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് വിമർശനം. ഇനി ശബരിമല വാർത്തകളിലേക്കാണ് നോക്കാം. ശരണമന്ത്ര. ഔഷധി ശരണമന്ത്ര നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. മകരവിളക്കിന് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടത്. രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയാണ് തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുന്നത്. ഗുരുസ്വാമി മരുതുമന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 26 പേരും 4 സഹായികളും അടങ്ങുന്ന വാഹക സംഘമാണ് തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റുന്നത്. രാത്രി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലും 13-ാം തീയതി ലാഹ സത്രത്തിലും തിരുവാഭരണ ഘോഷയാത്ര തങ്ങും. 14 വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്ര 6:30 സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടക്കും. അതേസമയം ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയും മറ്റന്നാളും ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വെർച്വൽ ക്യൂ വഴി 35,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. മകരവിളക്ക് ദിവസമായ ബുധനാഴ്ച വിർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും ദർശനത്തിന് അവസരമുണ്ടാകും. മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി 1000 ബസ് സർവീസുകൾ ഒരുക്കി KSRTC. നിലവിൽ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ പ്രതിദിനം 160 ചെയിൻ സർവീസുകൾ നടത്തുന്നുണ്ട്. തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 250 ബസ്സുകൾ അധികമായി സർവീസ് നടത്തും. കോയമ്പത്തൂർ, പഴനി, തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ഉൾപ്പെടെ വിവിധ ജില്ലകളിലേക്കുമായി 20ഓളം ദീർഘദൂര സർവീസുകളും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നുള്ള മികച്ച ബസ്സുകളാണ് പമ്പയിലേക്ക് സർവീസിനായി എത്തിച്ചിരിക്കുന്നത്. ഹിൽ ടോപ്പിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ 15 ഉച്ചയ്ക്ക് 12 മണി വരെ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. KSRTC ബസ്സുകൾക്കും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള വാഹനങ്ങൾക്കും മാത്രമേ പാർക്കിംഗിന് അനുമതിയുള്ളൂ. സ്വകാര്യ വാഹനങ്ങൾ നിലയ്ക്കൽ പാർക്ക് ചെയ്യണം. മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഭക്തർ തിരിച്ചെത്തുന്നതോടെ പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്ക് KSRTC ചെയിൻ സർവീസ് നടത്തും. നിലവിൽ 290 കണ്ടക്ടർമാരും 310 ഡ്രൈവർമാരും ഡ്യൂട്ടിക്കുണ്ട്. തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ അധിക ബസ്സുകളും ആവശ്യമായ ഉദ്യോഗസ്ഥരെയും വിന്യസിക്കുമെന്നും KSRTC അധികൃതർ അറിയിച്ചു. ഔഷധി ശരണമന്ത്ര നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ TVK അധ്യക്ഷനും നടനുമായ വിജയ് CBI ചോദ്യം ചെയ്തു. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് 3 പേരടങ്ങുന്ന സംഘം 5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ജില്ലാ ഭരണകൂടത്തെ പഴിചാരി വിജയ്. പാർട്ടിയല്ല ദുരന്തത്തിന് കാരണമെന്നാണ് വിജയ് പറയുന്നത്. നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകി CBI. അതേസമയം നാളെ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും തീയതി നീട്ടിത്തരണമെന്നും വിജയ് CBIയോട് ആവശ്യപ്പെട്ടു. വിജയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം കുറ്റപത്രം തയ്യാറാക്കുമെന്നാണ് വിവരം. 35 ചോദ്യങ്ങളുടെ പട്ടികയാണ് വിജയ്ക്കായി തയ്യാറാക്കിയത്. കരൂരിൽ റാലി നടത്താനായി അനുമതി സംബന്ധിച്ച വിഷയങ്ങളും പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ചും ചോദിച്ചു. പരിപാടി അലങ്കോലമാക്കാൻ പുറത്തുനിന്നുള്ളവർ ശ്രമിച്ചു എന്ന TVK ആരോപണവും CBI പരിശോധിച്ചു. മൊഴിപകർപ്പ് വിജയുടെ അഭിഭാഷകർക്ക് കൈമാറി. പകർപ്പ് വിശദമായി പരിശോധിച്ചതിനു ശേഷം തിരികെ CBIക്ക് കൈമാറും. ISROയുടെ PSLV-C62 ദൗത്യം പരാജയം. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷ അടക്കം 16 പേലോഡുകളുമായി കുതിച്ചുയർന്ന PSLV-C62 ലക്ഷ്യത്തിലെത്തിയില്ല. വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിന്റെ അവസാനത്തിൽ റോക്കറ്റിന്റെ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധിയുണ്ടായെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ അറിയിച്ചു.
വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നും ISRO ചെയർമാൻ പറഞ്ഞു. 2, 1, 0. S139 motor and both strap-ons ignite. Here's the pillar of Lift fire off normal. meets the P1 tracking. canvas of P2 blue. tracking. PSLV P2 tracking. C62 P2 flying tracking. the umbilical P4 tower, a tracking. majestic lift-off. EOS N1 mission. The PSLV vehicle is a 4-stage vehicle with 2 solid stages and 2 liquid stages. The performance of the vehicle close to the end of third stage was as expected. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates. And subsequently, there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. തീർച്ചയായും കൃത്യം 10:17 തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷ അടക്കം 16 പേലോഡുകളുമായി PSLVയുടെ C62 റോക്കറ്റ് കുതിച്ചുയർന്നു. ആദ്യത്തെ 2 ഘട്ടങ്ങളും വിജയകരമായി തന്നെ പൂർത്തിയാക്കി. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു. പക്ഷേ മൂന്നാമത്തെ ഘട്ടം അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ഈ റോക്കറ്റിന്റെ ഗതി മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. 4 സ്റ്റേജുകളാണ് PSLVക്ക് ഉള്ളത്. അതിൽ മൂന്നാമത്തെ സ്റ്റേജിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ PSLVയുടെ ജ്വലനത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, ഈ ഗതി മാറുന്നത്. പിന്നെ അവിടെ നിന്ന് സ്പിൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ ഒരു ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പിന്നീടാണ് ISRO ചെയർമാൻ അതിൻ്റെ കൃത്യമായൊരു വിശദീകരണം നൽകുന്നത്. അതായത് മൂന്നാം ഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഈ മിഷനിൽ പരാജയം ഉണ്ടായിരിക്കുന്നു, പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ISRO ചെയർമാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ C61 റോക്കറ്റ് കഴിഞ്ഞ വർഷം മെയ്യിൽ വിക്ഷേപിക്കുന്ന ദൗത്യവും പരാജയപ്പെട്ടിരുന്നു. അത് മൂന്നാം ഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് പരാജയപ്പെട്ടത്. ആ പരാജയത്തിൽ നിന്ന് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച ശേഷം ഇനിയൊരു പരാജയം ഉണ്ടാകില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ISRO ശാസ്ത്രജ്ഞർ ഈ C62 ദൗത്യത്തിനായി എത്തിയത്. പക്ഷേ കഴിഞ്ഞ തവണത്തേത് പോലെ തന്നെ മൂന്നാം ഘട്ടത്തിലും PSLVയുടെ C സീരീസിലുള്ള ഈ റോക്കറ്റിൻ്റെ അല്ലെങ്കിൽ പോക്ക് അത് തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായൊരു പഠനം നടത്തുമെന്ന് ISRO ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ISRO വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ISROയെ സംബന്ധിച്ച് ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ സംബന്ധിച്ചൊക്കെ ഒരു നിരാശയുടെ ദിനമാണ്. കാരണം ഇത് തുടർച്ചയായ 2ാം തവണയാണ് PSLV പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സമിതിയൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞ തവണത്തെ ആ പരാജയത്തെക്കുറിച്ചൊക്കെ പഠിച്ച ശേഷമാണ് 2ാം ദൗത്യത്തിന് ഇറങ്ങിയത്. പക്ഷേ അതും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി അറിയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ മൂന്നാം ഘട്ടത്തിൽ സംഭവിക്കുന്നത് PSLVക്ക് എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ വിശദമായൊരു പഠനം ISRO നടത്തും. തങ്ങൾ വൈകാതെ തന്നെ തിരിച്ചു വരുമെന്നും ISRO വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യൂബയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികം വൈകാതെ US-മായി ഒരു കരാറിലെത്താൻ ക്യൂബ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഇനി മുതൽ പണമോ എണ്ണയോ നൽകില്ലെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. വർഷങ്ങളായി വെനസ്വലയിൽ നിന്നുള്ള എണ്ണയും പണവും ഉപയോഗിച്ചാണ് ക്യൂബ നിലനിന്നിരുന്നതെന്നാണ് ട്രംപിന്റെ അവകാശവാദം. വെനസ്വലയിൽ നിന്നുള്ള പണത്തിനും എണ്ണയ്ക്കും പകരമായി 2 വെനസ്വലൻ ഏകാധിപതികൾക്ക് ക്യൂബ സുരക്ഷാ സേവനങ്ങൾ നൽകിയിരുന്നതായും ട്രംപ് ആരോപിച്ചു. ഇനി അത്തരം പ്രവർത്തനങ്ങൾ നടക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച നടന്ന US ആക്രമണത്തിൽ വെനസ്വലയിലെ ക്യൂബൻ സുരക്ഷാ ജീവനക്കാരിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടു. വർഷങ്ങളായി വെനസ്വലയെ ബന്ദികളാക്കിയിരുന്ന ഗുണ്ടകളിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നുമുള്ള സംരക്ഷണം ഇനി വെനസ്വലയ്ക്ക് ആവശ്യമില്ലെന്നും വെനസ്വലയെ സംരക്ഷിക്കാൻ US സൈന്യമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടി. മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിന് വൈസ് ചാൻസലർ നൽകിയ കുറ്റാരോപണ മെമ്മോ അടക്കം ഹൈക്കോടതി സ്റ്റേ ചെയ്തു.
ഇതിൽ തുടർ നടപടികൾ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. സസ്പെൻഷൻ കാലയളവിൽ ഫയലുകൾ കൈകാര്യം ചെയ്തതിലാണ് VC കുറ്റാരോപണ നോട്ടീസ് നൽകിയത്. അത്തരമൊരു നോട്ടീസ് നൽകാൻ VCക്ക് അധികാരമുണ്ടോ എന്ന് വിശദീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഗവർണർ പങ്കെടുക്കുന്ന ഭാരതാംബ ചിത്രം വെച്ചിട്ടുള്ള പരിപാടിയുടെ അനുമതി റദ്ദ് ചെയ്തതിനെ തുടർന്നാണ് അനിൽകുമാറിനെ VC മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തിരുന്നു. രജിസ്ട്രാർ അനിൽകുമാറിനെ തിരിച്ചെടുക്കാനുള്ള സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം അംഗീകരിക്കാതെ VC മോഹനൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കുമ്പളയിൽ ടോൾ പിരിവ് ആരംഭിച്ച് ദേശീയപാത അതോറിറ്റി. ടോൾ പിരിവ് തടഞ്ഞ AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധം കടുപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുമ്പള ആരാക്കാടിയിൽ താൽക്കാലികമായി സ്ഥാപിച്ച ടോൾ പ്ലാസയിലാണ് പണപ്പിരിവ് ആരംഭിച്ചത്. ഇതിന് ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു. ടോൾ പിരിക്കാനുള്ള തീരുമാനമറിഞ്ഞ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും MLAയുമടക്കം നൂറുകണക്കിന് പേർ സ്ഥലത്തെത്തി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച വാഹനങ്ങൾ കടത്തിവിടാനായിരുന്നു പോലീസിന്റെ തീരുമാനം. എന്നാൽ വാഹനം കടത്തിവിടാനുള്ള ശ്രമം സമരക്കാർ റോഡിൽ കിടന്ന് തടഞ്ഞതോടെ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ഗതാഗതം സ്തംഭിക്കുകയുമായിരുന്നു. ടോൾ പിരിവ് സംബന്ധിച്ച ദേശീയപാത അധികൃതരും ആക്ഷൻ ഭാരവാഹികളും രാവിലെ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് സമരക്കാർ റോഡ് ഉപരോധിച്ചത്. ടോൾ പിരിവ് തടഞ്ഞ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെ 60ഓളം പേരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ദേശീയപാതയുടെ പണി പൂർത്തിയാകുന്നതിനു മുൻപ് 20 കിലോമീറ്റർ പരിധിയിലായി 2 ടോളുകൾ വരുന്നത് യാത്രക്കാർക്ക് കനത്ത സാമ്പത്തിക പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ അനുവദിച്ചു. ഒന്നാം പ്രതി MC അനൂപിനാണ് പരോൾ അനുവദിച്ചത്. 20 ദിവസത്തെ പരോളാണ് അനുവദിച്ചത്. നിലവിൽ കണ്ണൂർ ജയിലിലാണ് ഇയാൾ ഉള്ളത്. പരോൾ അനുവദിച്ച് സ്വാഭാവിക നടപടിയെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. അതേസമയം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കേസിൽ ഹൈക്കോടതി ശിക്ഷ വിധിച്ചതിനെതിരെ പ്രതികളെല്ലാം നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തൃശൂർ ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വിവിധ സ്ഥലങ്ങളിലായി 14 പേർക്ക് കടിയേറ്റു. സൗത്ത് ജംഗ്ഷൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് 7 പേർക്കും, മാർക്കറ്റിൽ വെച്ച് 3 പേർക്കും, ട്രാംവേ റോഡിൽ വെച്ച് ഒരാൾക്കുമാണ് നായയുടെ കടിയേറ്റത്. ചാലക്കുടി നഗരത്തിന് പുറത്തുള്ള 3 പേർക്കും കടിയേറ്റിട്ടുണ്ട്. പടിഞ്ഞാറെ ചാലക്കുടി സ്വദേശി തോമസ്, കുടപ്പുഴ സ്വദേശി വിജയലക്ഷ്മി, പൂക്കട ജീവനക്കാരനായ സഹാദുൽ ഇസ്ലാം എന്നിവർക്കാണ് കടിയേറ്റത്. ശനിയാഴ്ച മാത്രം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ 8 പേർ തെരുവുനായ കടിയേറ്റ് ചികിത്സ തേടിയിരുന്നു. പഞ്ചായത്ത് പ്രദേശത്തുള്ളവരാണ് ഇതിൽ കൂടുതലും. ഈ ഒരു 2 ദിവസം കൊണ്ട് 13-14 പേരെ തെരുവുനായ കടിച്ചതാണ് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ഭാഗത്തായിട്ട് ഇന്ന് കാലത്ത് ജോലിക്ക് പോയ പലരെയും തെരുവുനായ കടിച്ചിരിക്കുകയാണ്. ഇതില്
എത്രയും പെട്ടെന്ന് സത്വരമായ നടപടി, യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമുക്ക് മനസ്സിലാവേണ്ടത് പലരും വീടുകളിൽ വളർത്തുന്ന പട്ടികളെ ഒരു സെർട്ടൻ പീരീഡ്, ഒരു ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വളർത്തി വരുന്ന സാഹചര്യങ്ങൾ ശരിയായിട്ട് വന്നില്ലെങ്കിൽ റോഡിൽ തള്ളുന്നു. ഇപ്പൊ കാണുന്ന പട്ടികളൊക്കെ ഹൈബ്രിഡ് പട്ടികളാണ്, അല്ലെങ്കിൽ അതുപോലത്തെ വിഭാഗത്തിൽപ്പെട്ട പട്ടികളാണ് നമ്മൾ തെരുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഭക്ഷണം കൊടുക്കാൻ കുറെ പേര് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഭക്ഷണം കൊടുത്ത് ഇതിനെ വളർത്തിയിട്ട് വീണ്ടും നാട്ടുകാരെയും ജോലിക്ക് വരുന്ന ആൾക്കാരെയും കടി ഒളിപ്പിക്കുന്ന സംവിധാനം തന്നെ ആദ്യം ബഹുമാനപ്പെട്ട നഗരസഭയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും റിപ്പോർട്ടോ അല്ലെങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് ഇതിന് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ട് ഇത് നിർത്തണമെന്ന് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ. സ്ലീപ്പർ ട്രെയിനുകൾ അടുത്ത ആഴ്ച മുതൽ ട്രാക്കിലിറങ്ങും. രാജധാനി എക്സ്പ്രസിനേക്കാൾ വേഗതയും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ട്രെയിനിൽ RC വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാകില്ലെന്നാണ് വിവരം. ഏറ്റവും കുറഞ്ഞ നിരക്ക് തേർഡ് AC-ക്ക് 960 രൂപയും GST-യുമായിരിക്കും. സെക്കൻഡ് AC-ക്ക് 1240 രൂപയും ഫസ്റ്റ് AC-ക്ക് 1520 രൂപയും GST-യും എന്നിങ്ങനെയായിരിക്കും നിരക്കുകൾ. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് കൺഫേർഡ് ടിക്കറ്റുകൾ മാത്രമേ നൽകൂ. സീറ്റുകൾ ഒഴിവില്ലെങ്കിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലുള്ള ഒരുക്കങ്ങൾ തൃശൂരിൽ അവസാന ഘട്ടത്തിൽ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലയിൽ പ്രയാണം തുടങ്ങി. 25 വേദികളിലായി 10,000-കണക്കിന് പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. ജില്ലാ അതിർത്തിയിൽ നിന്നും ആവേശത്തോടെ വിദ്യാർത്ഥികൾ സ്വർണ്ണക്കപ്പ് സ്വീകരിച്ചു. ചാലക്കുടിയിൽ ആവേശോജ്വല സ്വീകരണമാണ് സ്വർണ്ണക്കപ്പിന് നൽകിയത്. മാള, കൊടുങ്ങല്ലൂർ, ചേലക്കര റൂട്ടുകളിൽ പ്രയാണം അവസാനിപ്പിച്ച് നാളെ കപ്പ് കലോത്സവ നഗരിയിലെത്തും. കലോത്സവത്തിന്റെ പ്രധാന വേദി സംഘാടകർക്ക് കൈമാറിക്കഴിഞ്ഞു. മറ്റ് വേദികളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 10 SI-മാരുടെ കീഴിൽ 1200-ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിൽ സ്ത്രീ സൗഹൃദ ടാക്സികളും സർവീസ് നടത്തും. ഊട്ടുപുരയിൽ നാളെ വൈകിട്ട് മുതൽ ഭക്ഷണ വിതരണം തുടങ്ങും. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാചകം ഇത്തവണയും കേമമാവും. 25,000-ലധികം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,030 രൂപ, പവന് 1,04,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,815 രൂപ, പവന് 86,520 രൂപ. വെള്ളി ഗ്രാമിന് 270 രൂപ, കിലോ 2,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. തിരികെത്താം ഇടവേളയ്ക്കു ശേഷം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. ഒന്നാം സമ്മാനം 20 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്, മൂന്നാം സമ്മാനം 10 ലക്ഷം വീതം 20 പേർക്ക്, നാലാം സമ്മാനം 3 ലക്ഷം വീതം 20 പേർക്ക്, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 20 പേർക്ക്, കൂടാതെ നിരവധി സമ്മാനങ്ങളും. ടിക്കറ്റ് വില 400 രൂപ. നറുക്കെടുപ്പ് 2026 ജനുവരി 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
KSF പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. അനശ്വര ജുവലേഴ്സ്, the queen of lightweights, അടൂർ, കൊച്ചി ആൻഡ് കൊല്ലം. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. Mr. Made Skazoo from Skazan India. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. Aquila Finance, the legacy of trusted service since 1995. നിസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, കൽപക ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി. Make this a solar-powered Christmas with a light pudding cakes. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited, first NABH accredited hospital in Trichure. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. നറുക്കെടുപ്പ് 2026 ജനുവരി 24. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തകൾ തുടരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർന്നില്ല എങ്കിലും കുറഞ്ഞത് 7 മണ്ഡലങ്ങളെങ്കിലും പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 40 മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിച്ച് മിഷൻ 40 നടപ്പാക്കാനാണ് BJPയുടെ നീക്കം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ മത്സരിക്കാനാണ് സാധ്യത. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. മിഷൻ 2025 BJPക്ക് പ്രതീക്ഷിച്ച അത്രയും വോട്ട് വർധന ഉണ്ടായില്ലെങ്കിലും പക്ഷേ ചില നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുത്തു. ചില നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞു. 9ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തി. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭരണം പിടിച്ചെടുത്തു. അങ്ങനെ പറയുമ്പോൾ നേട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ വോട്ട് ശതമാനത്തിൽ 25 എന്നായിരുന്നു BJP മിഷൻ 2025 ലക്ഷ്യമിട്ടിരുന്നത്. അമിത്ഷാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും അതേ പ്രഖ്യാപനം തന്നെയായിരുന്നു മിഷൻ 2025. പക്ഷേ പ്രതീക്ഷിച്ച അത്രയും വോട്ട് കൂടിയില്ല. എന്താണ് BJPക്ക് സംഭവിച്ചത് വോട്ട് ശതമാനം കുറഞ്ഞതിൽ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കാര്യമായ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും വോട്ട് കുറഞ്ഞെങ്കിൽ എന്ത്, ഭരണം പിടിച്ചില്ലേ എന്നാണ് നേതാക്കന്മാർ ചോദിക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രീതിയും പാർലമെന്റിലേക്ക് വോട്ട് നൽകുന്ന രീതിയും വ്യത്യസ്തമാണ്. ജനങ്ങൾ ഈ 3 തെരഞ്ഞെടുപ്പുകളെയും 3 തരത്തിൽ തന്നെയാണ് കാണുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന അത്രയും വോട്ട് ഒരു പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടണമെന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന അത്രയും വോട്ട് ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടണമെന്നില്ല. പക്ഷേ എങ്കിൽ തന്നെയും പ്രതീക്ഷ കൈവിടാതെ BJP നിയമസഭാ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത്തവണ പേരിട്ടിരിക്കുന്നത് മിഷൻ 40, അതായത് 40 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്തുക എന്ന ലക്ഷ്യം. അതിനുള്ള നീക്കങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഊർജം പകർന്നത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ വിജയം, അതായത് 50 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ വിജയം, ആ നേട്ടം അതവർ ഗംഭീരമായി ആഘോഷിക്കുകയാണ്, ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു. മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ഊഹാപോഹങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു പൊങ്ങിയെങ്കിലും അതിനെയൊക്കെ ധർണം ചെയ്യുവാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല അപ്രതീക്ഷിതമായ ചില പഞ്ചായത്തുകളിൽ അവർക്ക് ഭരണം കിട്ടി, ചില മുനിസിപ്പാലിറ്റികളിൽ ഭരണം കിട്ടി. ഇതൊക്കെയാണ് അവർക്ക് വലിയ പ്രേരക ശക്തിയായി ഒപ്പം നിൽക്കുന്നത്. എന്നാൽ ഈ മിഷൻ 40 എത്ര കണ്ട് വിജയപ്രദമാകും അതാണ് ചിന്തിക്കേണ്ടത്. തിരുവനന്തപുരം ജില്ലയിലെ നേമത്തും കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും ഒക്കെ തന്നെ വട്ടിയൂർക്കാവിലും ഒക്കെ തന്നെ വിജയം കൈവരിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ കാസർഗോഡ്, മണലൂർ, അങ്ങനെ തുടങ്ങി ആലപ്പുഴയിൽ ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയാണ് BJP വച്ചു പുലർത്തുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന വോട്ടും
അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടിംഗ് ശതമാനമൊന്നും അവിടെ കണക്കാക്കാൻ കഴിയുകയില്ല. ചെങ്ങന്നൂരിലും ആറന്മുളയിലുമൊക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ് BJP. നിർണായകമായ ഒരു പോരാട്ടം വരുമ്പോഴേക്കും LDFനും UDFനും ഒപ്പം ആളുകൾ പോകുന്നതും വോട്ടുകൾ രേഖപ്പെടുത്തുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തവണ അത് ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ തിരക്കിലും തയ്യാറെടുപ്പിലുമാണ് BJP. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദേശീയ നേതാക്കന്മാരെ കേരളത്തിലെത്തിച്ചുകൊണ്ട്, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കേരളത്തിലെത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വെറും ഒരു പ്രവർത്തനം മാത്രമല്ല, ചിട്ടയായ ഒരു പ്രവർത്തനത്തിന് ആണ് അവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ മിഷൻ 40 നടപ്പിലാക്കുക എന്ന ലക്ഷ്യം അവർ നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നു. നേതാക്കന്മാരെന്ന് പറയുമ്പോൾ സംസ്ഥാന നേതാക്കന്മാർ, മത്സരിക്കുന്ന നേതാക്കന്മാർക്കും മത്സരിക്കാത്ത നേതാക്കന്മാർക്കുമെല്ലാം തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ തവണ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നന്നായി അവർ ഉപയോഗിച്ചെങ്കിൽ ഈ തവണ നിയമസഭയിലേക്ക് വരുമ്പോൾ അതെത്ര കണ്ട് പ്രാവർത്തികമാകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അവരുടെ കൈവശമുണ്ടായിരുന്ന അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ ജന്മനാടെന്ന് വിശേഷിപ്പിക്കുന്ന പന്തളം, ആ പന്തളത്ത് നഗരസഭ പോലും അല്ലെങ്കിൽ നഗരസഭയിൽ ഭരണമുണ്ടായിരുന്ന BJPക്ക് ആ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും ആചാരലംഘനവുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ തരത്തിലുള്ള സമരങ്ങൾ നടന്ന സ്ഥലത്താണ് ഇത്തവണ BJPക്ക് പരാജയമുണ്ടായിരിക്കുന്നത്. അവിടെ CPIM വിജയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പല അട്ടിമറികളും പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് BJPക്ക്. ആ നഷ്ടങ്ങൾ നികത്താൻ BJPക്ക് കഴിയുമെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷകൾ അസ്ഥാനത്താവില്ല. പക്ഷേ 40 എന്ന് പറഞ്ഞ മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ അവർ നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നേമത്ത് ഒരു പ്രാവശ്യം വിജയിച്ചു, പക്ഷേ പിന്നീട് അത് അടിഞ്ഞു തകർന്നു, അല്ലെങ്കിൽ അവിടെ വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു BJPക്ക്. എപ്പോഴും BJP മത്സര രംഗത്തേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് തടയിടുവാൻ കോൺഗ്രസോ CPIMോ രംഗത്തുണ്ടാവും. സ്വാഭാവികമായും ഇത്തവണയും ആ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ നീക്കങ്ങൾ UDFനും LDFനും നേട്ടമാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം പരിശോധിക്കുന്നത്. BJP പിടിക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന വോട്ടുകൾ ആർക്ക് ദോഷം ചെയ്യും, ആർക്ക് ഫലം ചെയ്യും എന്നുള്ളതും വലിയ ചർച്ചയായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും NDAയുടെ അല്ലെങ്കിൽ BJP മുന്നിൽ നിന്ന് നയിക്കുന്ന NDA എന്ന് പറയുന്ന മുന്നണിക്ക് വലിയ തരത്തിലുള്ള വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വഴിമുടക്കികളാകാൻ കഴിയും എന്ന് UDFും LDFും ഒരുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അമിത്ഷായുടെ വരവ് വലിയ തരത്തിലുള്ള ആവേശം അണികൾ ജനിപ്പിക്കുന്നുണ്ടെങ്കിലും അത് എത്ര കണ്ട് വോട്ടാകും എന്നുള്ളത് ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. BJPയിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല. നേതാക്കന്മാർ ഒട്ടുമിക്ക ആളുകളും മത്സരരംഗത്തുണ്ടാകും. പക്ഷേ ഇനി പുതിയ ആശയമാണോ അതോ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുമോ, അതോ വികസിത കേരളം എന്ന് പറയുന്ന പുതിയ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ട് വോട്ട് പിടിക്കുമോ? എന്തായാലും BJP എല്ലാ അർത്ഥത്തിലും എല്ലാ അടവുകളും കേരളത്തിലെടുക്കും. കാരണം അവർക്ക് ഇവിടെ നിന്ന് നിയമസഭയിലെ അക്കൗണ്ട് തുറന്നേ മതിയാവുകയുള്ളൂ. അതിനുള്ള നീക്കങ്ങളുമായി അവർ മുന്നോട്ട് പോകും. അതിന് തടയിടാൻ LDFും UDFും രംഗത്തിറങ്ങും എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും BJP ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എത്തിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിനെ വഴിമുടക്കാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ ശക്തി ഇപ്പോൾ LDFനും UDFനും ഉണ്ടെന്ന് അവരുടെ നേതാക്കളും പറയുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് സമ്പൂർണ്ണ ഡ്രോൺ നിരോധനം ഏർപ്പെടുത്തി. അതേസമയം കലോത്സവ ഘോഷയാത്ര നടക്കുന്ന സ്വരാജ് റൗണ്ടിൽ ദൃശ്യമാധ്യമങ്ങളുടെ ഡ്രോണുകൾക്ക് വിലക്കില്ല. ക്ഷേത്രം ഉൾപ്പെടുന്ന രീതിയിൽ ഡ്രോൺ പറത്തിയാൽ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകി. അടിയന്തര സാഹചര്യമുണ്ടായാൽ പൊതുജനങ്ങൾക്ക് പോലീസിനെ ബന്ധപ്പെടാനുള്ള പ്രത്യേക നമ്പറായ 80 86 100 100 ജില്ലാ പോലീസ് മേധാവി പുറത്തിറക്കി.
റെയിൽവേ സ്റ്റേഷൻസ് ബസ് സ്റ്റാൻഡിൽ 24 hours ഉള്ള ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ സേഫ് ഓട്ടോ പിങ്ക് ഓട്ടോ അങ്ങനെ ഒരു പ്രോജക്റ്റ് നേരെ തന്നെ ലോഞ്ച് ചെയ്തായിരുന്നു. കുട്ടികൾ താമസിക്കുന്ന ഏരിയയും ബോയ്സും ഗേൾസ് ഹൈസ്കൂൾസും പിന്നെ സ്റ്റേജസ് അവിടെ 24 hours പെട്രോളിംഗ് വേണ്ടി മോർ ദാൻ 10 പെട്രോളിംഗ് വെഹിക്കിൾസ് 20 ബൈക്സും പിന്നെ ഫുഡ് പെട്രോൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റേജസിൽ ഹെൽപ്പ് ഡെസ്കും അക്കോമഡേഷൻ സെന്ററിൽ പോലീസിൻ്റെ 24 hours സാന്നിധ്യമുണ്ട്. ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ 24 hours ഒരു നമ്പർ ജാരി ചെയ്യുവാണ്. ആ നമ്പർ 8086100100. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷനും ചട്ടഞ്ചൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് ജനറൽ സെക്രട്ടറിയുമായ UM അബ്ദുൾ റഹ്മാൻ മൗലവി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയാണ് മരണം. 1991 മുതൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗം, സമസ്ത കാസർഗോഡ് ജില്ലാ മുഷാവറ അംഗം, SYS സംസ്ഥാന കൗൺസിൽ അംഗം, സമസ്ത കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി, SMF മഞ്ചേശ്വരം മണ്ഡലം ചെയർമാൻ, 1974 മുതൽ സമസ്ത കാസർഗോഡ് താലൂക്ക് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് ജീവനൊടുക്കി. കാട്ടാക്കടയ്ക്ക് സമീപം പ്രിന്റിംഗ് പ്രസിൽ പെട്രോൾ കുപ്പിയുമായി എത്തിയ യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. പിന്നാലെ പെട്രോൾ ശരീരത്തിൽ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നെടുമങ്ങാട് സ്വദേശിയായ വിനു എന്ന യുവാവാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സംഭവം നടക്കുമ്പോൾ കടയിലുണ്ടായിരുന്ന ജീവനക്കാരിക്കും പൊള്ളലേറ്റു. കടയിലെ സാധനങ്ങളും കത്തി നശിച്ചു. ഇയാളും കടയിലെ ജീവനക്കാരിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം. ഇയാളെ ഒഴിവാക്കുന്നതിനായി പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടെ ഇയാൾ പെൺകുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൈക്കും മുഖത്തും പൊള്ളലേറ്റ ജീവനക്കാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഒരു പയ്യൻ ഓടി വരുന്നു, അതിനകത്ത് കയറുന്നു. ആ പെൺകുട്ടിയായിട്ട് എന്തോ സംസാരിച്ചു എന്ന് പറയുന്നു. നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ വെളിയിൽ നിൽക്കുകയില്ല, നമുക്കറിയാൻ പറ്റില്ല. അവിടെ കയറി പെട്രോൾ എടുത്ത് ഒഴിക്കുന്നു, തീപ്പട്ടി അടിച്ച് കത്തിക്കുന്നു. അതിനിടയ്ക്ക് ഇന്ന് യവൻ രക്ഷപ്പെടാനുള്ള ആഗ്രഹമൊന്നും യവനില്ലായിരുന്നു. പക്ഷെ പെൺകുട്ടി ഓടി രക്ഷപ്പെട്ട് അതിൻ്റെ പേരിൽ കുറച്ച് മാത്രമേ പൊള്ളലുള്ളൂ. യവൻ മരണപ്പെട്ടു പോയി. അവിടെ പോലീസ് കംപ്ലീറ്റ് പരിപൂർണമായിട്ടും അന്വേഷണം നടത്തിക്കൊണ്ടു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മാർക്കോളിൽ ഷേർലി മാത്യുവും കോട്ടയം സ്വദേശിയെന്ന് സംശയിക്കുന്ന യുവാവുമാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നത്. യുവതിയുടെ കഴുത്തറുത്ത നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടുക്കിയെന്നാണ് നിഗമനം. ഇന്നലെ രാത്രി 9:30യോടെയാണ് സംഭവം. ഷേർലിയുമായി പരിചയമുള്ള ഒരാൾ ഇവരെ ഫോണിൽ വിളിച്ച് കിട്ടാതായപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മലപ്പുറം പന്തല്ലൂരിൽ ബൈക്കിന് പുറകിൽ കാറിടിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. പന്തല്ലൂർ സ്വദേശികളായ സഹദ് ഹർഷിത ദമ്പതികളുടെ മകൻ റസലാണ് മരിച്ചത്. ചെളാരി IOC പറമ്പിന് മുൻവശത്ത് വെച്ചായിരുന്നു അപകടം. തൃശൂരിൽ 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. ശ്രീനാരായണപുരം പത്താഴക്കാട് വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. മൂവപ്പാടം പത്താഴപ്പുരയ്ക്കൽ ഷാജിയുടെ മകൻ സിദ്ധാനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയോടെയാണ് കുട്ടി മരിച്ചത്. കാസർഗോഡ് ഭീമനടിയിൽ ഭക്ഷണം അന്നനാളത്തിൽ കുടുങ്ങി ചികിത്സയിലായിരുന്ന 21-കാരി മരിച്ചു. ഭീമനടി സ്വദേശിയായ ആഗ്നസ് ആണ് മരിച്ചത്. ഈ മാസം 6-ാം തീയതി രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് ആഗ്നസിന്റെ അന്നനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടിവി. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. 4 വർഷം വാറന്റി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി, ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്.
വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടി വി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart. ലാസർ ചേട്ടൻ നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. അനശ്വര നിമിഷങ്ങൾക്കായി അനശ്വര സൗന്ദര്യം. The moment a girl become a bride. Fulfill your wedding dreams with lightweight elegance. Anashura Jewelers, the queen of lightweights. Adur, Kochi and Kollam. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത്, ഇരിട്ടി. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. വാർത്തകൾ തുടരുന്നു. മലപ്പുറം നിലമ്പൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. സമയക്രമത്തെ ചൊല്ലിയുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിന് കാരണം. സംഭവത്തിൽ പൊതുനിരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും സംഘർഷമുണ്ടാക്കിയതിനും 6 ബസ് ജീവനക്കാരെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കയ്പമംഗലത്ത് പെട്ടി ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ് ഇടിച്ച അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. 3 പീടിക ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചളിങ്ങാട് സ്വദേശി ജമാലിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചാവക്കാട് ബസ് തടഞ്ഞ യുവാക്കൾ ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിച്ചു. കുന്നംകുളം ചാവക്കാട് അഞ്ചങ്ങാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയുമാണ് യുവാക്കൾ മർദ്ദിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബസ് ഡ്രൈവർ ചാവക്കാട് സ്വദേശി സേതു, കണ്ടക്ടർ എൽദുരത്ത് സ്വദേശി ലോറൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. അഞ്ചങ്ങാടി സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപ് യുവാക്കൾ വാഹനം തടയുകയും ബസ്സിൽ കയറി അസഭ്യം വിളിച്ച് കണ്ടക്ടറെയും ഡ്രൈവറെയും മർദ്ദിക്കുകയായിരുന്നു. ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തൃശൂർ ചാവക്കാട് എടക്കഴിയൂർ നേർച്ചയ്ക്കിടയിൽ യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി. വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശി. ഇതോടെ നേർച്ച കാണാനെത്തിയവർ ചിതറിയോടി. പോലീസ് ലാത്തിയടിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസമായി നടന്ന നേർച്ച ഇന്ന് പുലർച്ചെയാണ് സമാപിച്ചത്. കോട്ടയം മോനിപ്പള്ളിക്ക് സമീപം MC റോഡിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് 3 മരണം. കാറിലുണ്ടായിരുന്ന നീണ്ടൂർ ഓണംതുരുത്ത് സ്വദേശികളായ സ്ത്രീയും പുരുഷനും കുട്ടിയുമാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 11 മണിയോടെയാണ് അപകടം.
മൂവാറ്റുപുഴയിൽ നിന്നും ഏറ്റുമാനൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ കൂത്താട്ടുകുളത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിക്ക് സമീപം വനം വകുപ്പിന്റെ വാഹനം കാറിലിടിച്ച് കാർ യാത്രക്കാരിക്ക് പരിക്ക്. കതിരൂർ സ്വദേശി നിബയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിറകിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയ വനം വകുപ്പിന്റെ സ്കോർപിയോ വാഹനത്തെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിലായിരുന്ന ഡ്രൈവർ ഇരട്ടി സ്വദേശി രഘുനാഥനെ കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. ആറളം ഫോറസ്റ്റ് ഓഫീസിന്റെ വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവറാണ് ഇയാൾ. വാഹനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി. കോഴിക്കോട് കുന്നമംഗലത്ത് കാറും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 കാർ യാത്രക്കാരും പിക്കപ്പ് ലോറി ഡ്രൈവറുമാണ് മരിച്ചത്. പെരുമ്പള്ളി സ്വദേശി സുഹൈൽ, കൊടുവള്ളി സ്വദേശി നിഹാൽ, പിക്കപ്പ് ഡ്രൈവർ വയനാട് സ്വദേശി ഷമീർ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെ ആയിരുന്നു അപകടം. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഡ്രൈവറുടെ സഹായിയെ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത മുറിയനാൽ വയനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും ചുരമിറങ്ങി വന്ന പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. വാഹനങ്ങളുടെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് കുടുങ്ങിയ മുഴുവൻ പേരെയും പുറത്തെത്തിച്ചത്. തൃശൂർ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് ഗുരുതര പരിക്ക്. കണ്ണൂർ സ്വദേശിയെന്ന് കരുതുന്ന വിനായകനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് 200 മീറ്റർ തെക്ക് മാറിയാണ് അപകടം നടന്നത്. റെയിൽവേ പോയിന്റ് മാൻ ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോഴാണ് യുവാവ് ട്രാക്കിന് സമീപം പരിക്കേറ്റ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപകടത്തിൽ യുവാവിന്റെ ഇടത് തോളിന് താഴെ വെച്ച് അറ്റുപോയി. കൂടാതെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. യുവാവിനെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിന്റെ അറ്റുപോയ കൈ തിരച്ചിൽ നടത്തി കണ്ടെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വടക്കാഞ്ചേരി പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. തൃശൂർ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം തീവണ്ടിയിൽ നിന്നും വീണ് ആന്ധ്രാപ്രദേശ് സ്വദേശിനി മരിച്ചു. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന വജ്രാല പർവീണാണ് മരണപ്പെട്ടത്. തീവണ്ടിയിൽ നിന്നും താഴെ വീണ യുവതിയുടെ ശരീരത്തിലൂടെ ട്രെയിൻ കയറുകയായിരുന്നു. ട്രെയിൻ ഇവരോടൊപ്പം യാത്ര ചെയ്ത മറ്റൊരു സ്ത്രീയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ അറിയിച്ചത്. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോഴിക്കോട് മൂക്കത്തിനടുത്ത് നെല്ലിക്കാപ്പറമ്പിൽ എയർപോർട്ട് റോഡിന് സമീപം കാർ ഇടിച്ച് പോത്ത് ചത്തു. റോഡിനെ കുറുകെ നിലയുറപ്പിച്ച പോത്തിനെ ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വടക്കാഞ്ചേരി പുന്നംപറമ്പിൽ പടക്കത്തിൽ നിന്നുള്ള തീപ്പൊരി വീണ് തീപിടുത്തം. പുന്നംപറമ്പ് മച്ചാട് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച പ്രദക്ഷിണത്തിനിടെ പടക്കം പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നുള്ള തീപ്പൊരി വീടിന് വശത്തിട്ടിരുന്ന ചകിരിയിലേക്ക് വീഴുകയായിരുന്നു. ചകിരിയിൽ നിന്നും പടർന്ന തീയിൽ വീടിന്റെ വാതിലും കത്തി നശിച്ചു. നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. കോഴിക്കോട് കോടഞ്ചേരി നാരങ്ങാത്തോട് മീനാറിന്റെ ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശത്തുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. നല്ല കപ്പല് തൃശൂർ അമലാനഗറിലുണ്ടായ തീ നിയന്ത്രണ വിധേയമാക്കി. അമലാനഗർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമാണ് വൈകിട്ട് 4 മണിയോടെ തീപിടുത്തമുണ്ടായത്. തീ സമീപത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് പടർന്നെങ്കിലും ജീവനക്കാർ വണ്ടികൾ തള്ളി മാറ്റിയതിനാൽ അപകടം ഒഴിവായി. തീപിടുത്തത്തിൽ ഉണങ്ങിയ പുല്ലുകളും കത്തി നശിച്ചിട്ടുണ്ട്.
തൃശൂർ ഒല്ലൂരിൽ ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. ഒല്ലൂർ ചങ്ങല ഗേറ്റ് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് പിടിച്ചെടുത്തത്. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാത്തതിനും ലൈസൻസ് ഇല്ലാത്തയാൾ കണ്ടക്ടറായി ജോലി നോക്കിയതിനും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനും ഉൾപ്പെടെ 15,250 രൂപ പിഴ ഈടാക്കി. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കായി മറ്റൊരു വാഹനം ക്രമീകരിച്ചു. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് MVI PV ബിജു ആണ് പരിശോധന നടത്തിയത്. തൃശൂർ ചാവക്കാട് 18-കാരനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതി തെറ്റാണെന്ന് പോലീസ്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനാണ് മലപ്പുറം പാലപ്പെട്ടി സ്വദേശി അനസിനെ കസ്റ്റഡിയിലെടുത്തതെന്നും പിന്നീട് ജാമ്യത്തിൽ വിട്ടുവെന്നും പോലീസ് പറഞ്ഞു. അനസ് മദ്യപിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകളും പോലീസ് പുറത്തുവിട്ടു. പോലീസിനെ കണ്ട് ഓടിയപ്പോൾ വീണാണ് അനസിന് പരിക്കേറ്റതെന്നും പോലീസ് ആരോപിച്ചു. എടക്കഴിയൂർ നേർച്ച കാണാൻ എത്തിയതായിരുന്നു അനസ്. നേർച്ചയ്ക്കിടെ ഇരുവിഭാഗം ആളുകൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസ് ലാത്തി വീശിയതോടെ ആളുകൾ ചിതറിയോടി. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ തന്നെയും മറ്റൊരാളെയും പോലീസ് ചാവക്കാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് അനസ് പറയുന്നത്. സ്റ്റേഷനിൽ വെച്ച് കൈക്കും കാലിനും കഴുത്തിനും അടിച്ചു. മർദ്ദിച്ച കാര്യം പുറത്തു പറയരുതെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും അനസ് ആരോപിക്കുന്നു. ആലപ്പുഴ കാരക്കാട്ട് ആളില്ലാത്ത വീട് തകർത്ത് കവർച്ച. കാരക്കാട്ട് സ്വദേശി മഞ്ജേഷ് മോഹന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. ഏകദേശം 35 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ മോഷ്ടാക്കൾ വരുത്തിയിട്ടുണ്ട്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് ഉള്ളിൽ പ്രവേശിച്ച മോഷ്ടാക്കൾ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പലമാര കുത്തിപ്പൊളിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയത്. മഞ്ജേഷ് മോഹന്റെ മാതാവ് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ ഈ അവസരം മുതലെടുത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. തെളിവ് നശിപ്പിക്കുന്നതിനായി CCTV ക്യാമറകളുടെ കണക്ഷൻ വിച്ഛേദിക്കുകയും DVR തകർത്ത് അതിനുള്ള ഹാർഡ് ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോവുകയും ചെയ്തു. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇവരെല്ലാവരും ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വീട് ഒരു 5 ദിവസമായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു. വീട് നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നതും കാര്യങ്ങളെല്ലാം നമ്മളാണ് ഏൽപ്പിച്ചേക്കുന്നത്. ഞങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരം ഇവിടെ വരുമായിരുന്നു. ഞായറാഴ്ച രാവിലെ വന്ന് നോക്കുന്നതാണ് ബാക്ക് സൈഡിലെ ഡോറ് തുറന്നു നടക്കുന്നതാണ്. നമുക്കൊരു സംശയം തോന്നി. നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് കള്ളം കയറുന്നു. കിച്ചൺ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സാധനങ്ങളും അരിച്ചു പറക്കി മോഷണം നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പൈസയോ പണമായിട്ടോ ഒന്നും സൂക്ഷിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു. ആ സ്വർണം നമ്മൾ പൂജാമുറിയിൽ ഒരു ലോക്കർ ഉണ്ടായിരുന്നു, അതിനകത്ത് വെച്ചിരിക്കുമായിരുന്നു. ആ ലോക്കർ കുത്തി തുറന്നു അതിനകത്തുള്ള എല്ലാ സ്വർണങ്ങളും അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. 30 പവന് മുകളിൽ സ്വർണം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ മോഷ്ടിച്ചു കടത്തുന്ന കുട്ടിക്കള്ളനും മോഷ്ടിച്ച വാഹനം വാങ്ങിയ അന്തർ സംസ്ഥാന മോഷ്ടാവും പോലീസ് പിടിയിൽ. ഇടുക്കി കരിമണൽ പോലീസാണ് അന്തർ സംസ്ഥാന മോഷ്ടാവായ കാലടി സ്വദേശി മനോജിനെ അടക്കം പിടികൂടിയത്. സ്ഥിരമായ വാഹനങ്ങൾ മോഷ്ടിച്ച് കടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 29-ന് തട്ടേക്കണ്ണിയിൽ നിന്നും ഇരുചക്ര വാഹനം മോഷണം പോയിരുന്നു. സംഭവത്തിന് പിന്നാലെ 300ഓളം CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അങ്കമാലി ലിമിറ്റിൽ നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു. മലപ്പുറം എടവണ്ണയിൽ ഫാമിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. പൂവമണ്ണ് സ്വദേശി റനീഷിന്റെ ഫാമിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ERF വോളണ്ടിയർ PP ഷാഹിൻ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ആളൊഴിഞ്ഞ വനപ്രദേശത്ത് പാമ്പിനെ തുറന്നുവിട്ടു. തിരികെ ഇടവേളയ്ക്ക് ശേഷം എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ.
അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. Golden Diamonds, Kalpaka Building, Bypass Road, Kondoti. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട്. ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. Get ready to have your mind tied up. Mr. Made Skazoo from Skazan India. Thanks to Maxivision Advanced Eye Care Surgery. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. വാർത്തകൾ തുടർന്ന് നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി നാദൃശ സംവിധാനം ചെയ്യുന്ന ചിത്രം മാജിക് മഷ്റൂമിലെ ഗാനം പുറത്തിറങ്ങി. തലോടി മറയുവതെവിടെ നീ എന്ന് ആരംഭിക്കുന്ന ഗാനം ശ്രേയാ ഘോഷാലും ഹനാൻ ഷായും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. നാദൃശ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് BK ഹരിനാരായണനാണ്. ചിത്രം ജനുവരി 23 തിയേറ്ററുകളിലെത്തും. പോൾ ജോർജ് സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് നായകനാകുന്ന ചിത്രം കാട്ടാളൻ മെയ് 14 ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ ആദ്യ ടീസർ ജനുവരി 16 പുറത്തുവരും. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിക്കുന്നത്. കന്നഡ മ്യൂസിക് ഡയറക്ടർ അജനീഷ് ലോക്നാഥ് സംഗീതമൊരുക്കുന്ന ചിത്രത്തിൽ വലിയ താരനിരയാണ് അണിനിരക്കുന്നത്. അമൽ നിരത് സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ കോമഡി ആക്ഷൻ ത്രിൽ ചിത്രം ബാച്ചിലർ പാർട്ടിയുടെ 2ാം ഭാഗം വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അമലാണ് പുതിയ ചിത്രത്തിന്റെ വിവരം പ്രഖ്യാപിച്ചത്. അമൽ നിരത് പ്രൊഡക്ഷൻസ്, ഫഹദ് ഫാസിൽ പ്രൊഡക്ഷൻസും അൻവർ റഷീദും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. അമൽ നിരത് ജോയിൻസ് റോളിംഗ് സൂൺ എന്നും പോസ്റ്ററിലുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും. സിനിമയുടെ മറ്റു വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടില്ല. സംവിധായകൻ സൈനു ചാവക്കാടൻ മലയാളത്തിൽ ഒരുക്കുന്ന പുതിയ ആക്ഷൻ ത്രില്ലർ ചിത്രം രഘുറാം ജനുവരി 30 റിലീസിനെത്തുന്നു. സെലസ്റ്റിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ക്യാപ്റ്റൻ വിനോദ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ തമിഴ് നടൻ ആദിഷ് ബാല, ആദിശ്വ മോഹൻ ചാർമിള, അരവിന്ദ് വിനോദ്, മുരളി ജയൻ, സജിത് തോപ്പിൽ,
ബിജു എബ്രഹാം എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആകാംക്ഷ നിറയ്ക്കുന്ന ആക്ഷൻ സീനുകളും വൈകാരികമായ സംഭവങ്ങളും കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ചിത്രം നൽകുന്ന സൂചന. രുദ്രാകാവ് അന്ധവിശ്വാസത്തിന്റെ മറവിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി നിധി സൂക്ഷിച്ച a thrilling and mysterious place. ഭാസ്കർ ആരാണ് അയാൾ? രഘുറാമി എതുക്കാന്താലെ കൊന്നാ? അങ്ങനെ എനിക്കെന്തോ പേടിയാവുന്നു. ഗായത്രി ജന്മം നൽകുന്നത് ഒരു അസാധാരണ ശക്തിയുള്ള മകനെയായിരിക്കും. അതൊരവതാരമാണ്. അഗ്നിക്കോ ജലത്തിനോ കാറ്റിനോ അവന് മേൽ പ്രഹരം ഏൽപ്പിക്കാനാവില്ല. മറ്റു വാർത്തകൾ നോക്കാം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലെ കിഡ്സ് കോർണറിൽ സംഘടിപ്പിക്കുന്ന ഇന്ററാക്റ്റീവ് സെഷനിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലെ ദൂരം എന്ന വിഷയത്തിൽ കുട്ടികളോട് സംബന്ധിച്ച് ഡോക്ടർ KP ജയകിരൺ. തിരുവനന്തപുരം സ്വദേശിയായ ജിയോളജി പ്രൊഫസറും എഴുത്തുകാരനുമാണ് അദ്ദേഹം. യൂണിവേഴ്സിറ്റി കോളേജിലെ ജിയോളജി വിഭാഗം അധ്യാപകനായിരുന്ന ശേഷം വിരമിച്ചു. ചെത്തി നടന്ന 80കൾ ഉൾപ്പെടെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഉത്തരം കിട്ടാത്ത സ്വപ്നങ്ങളെക്കുറിച്ചായിരുന്നു തുടക്കം. കുട്ടികളിൽ നിന്ന് തന്നെ ആശയവിനിമയം തുടങ്ങി. പിന്നീട് സ്വപ്നം കാണാനും അത് നേടാനും പ്രചോദനം നൽകിയവരിൽ നിന്ന് കഥ തുടർന്നു. എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടില്ല, വകത്തിക്കൊള്ളില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളി ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒതുങ്ങേണ്ട 4 മനുഷ്യരാണ്. വളരെ കഷ്ടപ്പെട്ട് അവരുടെ ഒരു സ്വപ്നം മാത്രം മുന്നിലേക്ക് നയിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ധൈര്യം എന്ന് പറയുന്ന ഒരു ഞരക്കം അതിന്റെ പുറകെ പോയവരാണ്. സ്വപ്നങ്ങളിൽ നിന്ന് ദിവാസ്വപ്നങ്ങളിലേക്ക് ചർച്ച നീണ്ടു. സ്വപ്നത്തിലെ തരംഗങ്ങളുടെ ചലനവും വേഗതയും കുട്ടികളിൽ മറ്റൊരു സ്വപ്നലോകം തുറന്നിട്ടു. സ്വപ്നത്തിലെ ഭൗതിക ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് അദ്ദേഹം കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി. ഉണർന്നിരിക്കുന്ന സമയത്ത് 2 തരം തരംഗങ്ങളാണ് ഇതിൽ കൂടെ പോകുന്നത്. ഇത് ഗാമയും ബീറ്റയും തരംഗങ്ങളാണ്. ഇതാണ് 2 തരംഗങ്ങൾ. നിങ്ങൾ ഉറങ്ങുമ്പോൾ, മെല്ലെ ഉറങ്ങുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് ആൽഫ തരംഗങ്ങളാണ്. വളരെ മെല്ലെ അതിൽ സ്വപ്നം കണ്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തരംഗങ്ങൾ മാറി തീറ്റയും ഡെൽറ്റയും പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ സ്പീഡിൽ പോകും. അതിന് REM എന്ന് പറയും, റാപ്പിഡ് ഐ മൂവ്മെന്റ്. സ്വപ്നങ്ങൾ സ്വന്തമാക്കി വിജയം നേടിയ ഒപ്പമെത്തിയ 2 അതിഥികളെ പരിചയപ്പെടുത്തിയ അദ്ദേഹം അവരുടെ കഥകളിലൂടെ ആശയവിനിമയം തുടർന്നു. എനിക്ക് തലേദിവസം രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ പെയിന്റിംഗ് പണിക്ക് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ബാലരാമപുരം വരെ റോഡിലേക്കുള്ള മഞ്ഞയും വെള്ളയും വരച്ച് പോവുകയായിരുന്നു. അപ്പോൾ ക്ഷീണിച്ചിട്ടാണ് എൻ്റെ ജിയോളജി ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് കോണ്ടൂർ ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. സാറ് പറഞ്ഞു, ദേഷ്യപ്പെട്ടു. എനിക്ക് സങ്കടം സഹിക്കാൻ വന്നില്ല. ഞാൻ ഡോറൊക്കെ ചവിട്ടി പൊളിച്ച് തന്നെ പോയി. ഇനി പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു പോയി. ഞാൻ പിന്നീട് എന്നെ കരിമത്തൂർ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സാറ് കാണുന്നു. ഇൻവൈറ്റ് മീ ഇൻ ദി ക്ലാസ്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിന്ന് പഠിക്കുന്നതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതോടൊപ്പം ഈ ഒരു വലിയ കോളേജിൽ കൊണ്ട് പഠിക്കണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എല്ലാവരും എനിക്കിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേര് കാരണം ഞാൻ അപ്ലൈ ചെയ്യാണ്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇവിടെ കിട്ടുകയും ചെയ്തു. മറ്റാരുടെയൊക്കെയോ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്നതിന് മുൻപ് നമ്മുടെ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ശ്രമിക്കണമെന്ന ആഹ്വാനം കൂടിയായിരുന്നു ഡോക്ടർ KP ജയകിരണിന്റെ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലെ ദൂരമെന്ന ഇന്ററാക്റ്റീവ് സെക്ഷൻ. നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും ദൈവത്തിന്റെ ചാരന്മാർ കാണും. അവരെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പല രൂപത്തിലും വേഷത്തിലുമായിരിക്കും വരുന്നത്. പക്ഷെ അവര് നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ കാണും, ചില വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ആ വഴികളിൽ കൂടെ പോയാൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്തെത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകളിലേക്കാണ് നോക്കാം. ശരണമന്ത്രം.
ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. മകരവിളക്കിന് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടത്. രാജപ്രതിനിധി പുണർദംനാൾ നാരായണവർമ്മയാണ് തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുന്നത്. ഗുരുസ്വാമി മരുതുമന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 26 പേരും 4 സഹായികളും അടങ്ങുന്ന വാഹക സംഘമാണ് തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റുന്നത്. രാത്രി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലും 13-ാം തീയതി ലാഹാസ് സത്രത്തിലും തിരുവാഭരണ ഘോഷയാത്ര താങ്ങും. 14-ന് വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിലെത്തുന്നതോടെ ഘോഷയാത്ര 6:30 സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടക്കും. അതേസമയം ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയും മറ്റന്നാളും ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വെർച്വൽ ക്യൂ വഴി 35,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. മകരവിളക്ക് ദിവസമായ ബുധനാഴ്ച വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും ദർശനത്തിന് അവസരമുണ്ടാകും. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,030 രൂപ, പവന് 1,04,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,815 രൂപ, പവന് 86,520 രൂപ. വെള്ളി ഗ്രാമിന് 270 രൂപ, കിലോ 2,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. കൊല്ലം കടയ്ക്കലിൽ 10 വയസ്സുകാരനെ പീഡനത്തിനിരയാക്കിയ 44-കാരൻ അറസ്റ്റിൽ. കടയ്ക്കൽ സ്വദേശി സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ചെരുപ്പ് വാങ്ങാൻ ബന്ധുവിനൊപ്പം പോയതായിരുന്നു കുട്ടി. മടങ്ങി വരവെ ബന്ധുവിനെ വഴിയിലിറക്കി കുട്ടിയെ ആളൊഴിഞ്ഞ ഭാഗത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പ്രതിയിൽ നിന്നും രക്ഷപ്പെട്ട 10 വയസ്സുകാരൻ വീട്ടിലെത്തി രക്ഷിതാക്കളോട് വിവരം പറഞ്ഞതിനെ തുടർന്ന് കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. തൃശൂർ കുന്നംകുളത്തെ അക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 3 വലിയ വെങ്കല നിലവിളക്കുകളാണ് മോഷ്ടാക്കൾ കവർന്നത്. ക്ഷേത്രത്തിന്റെ മുൻവാതിൽ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. ക്ഷേത്രം ഭാരവാഹിയായ ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഇടുക്കി അടിമാലിയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. തൃശൂർ സ്വദേശിയായ രാഹുലാണ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 115 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. മൂന്നാർ വട്ടവട ഭാഗങ്ങളിൽ ലഹരി വസ്തു വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. മലപ്പുറം പെരുവള്ളൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വേങ്ങര സ്വദേശി CP മുനീറാണ് മരിച്ചത്. പറമ്പിൽ പീടികയിലെ HP പെട്രോൾ പമ്പിന് മുൻവശത്ത് വെച്ചാണ് മുനീറും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുനീറിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഏറെക്കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഒരാഴ്ച മുൻപാണ് ഇദ്ദേഹം നാട്ടിലെത്തിയത്. മലപ്പുറം പുത്തനത്താണി ദേശീയപാത 66-ൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു.
അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ 2 കാറുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മലപ്പുറം കടുങ്ങാത്തുകുണ്ടിൽ കിണറ്റിന്റെ ആൾമറ കെട്ടുന്നതിനിടെ കിണറ്റിൽ വീണ തൊഴിലാളിക്ക് പരിക്ക്. പ്രദേശവാസിയായ യാഹു ആണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ തിരൂർ ഫയർഫോഴ്സ് സംഘം യാഹുവിനെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ജോലി ചെയ്തുകൊണ്ടിരിക്കെ യാഹുവിന് പെട്ടെന്ന് തലകറക്കം അനുഭവപ്പെടുകയും കാല് തെന്നി ആഴമുള്ള കിണറ്റിലേക്ക് വീഴുകയുമായിരുന്നു. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ 5 മുതൽ 8 മിനിറ്റ് വരെയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വഴി MRI സ്കാനിംഗ് സാധ്യമാകുന്ന സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ VPS സ്കാനിൽ ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക MRI സ്കാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായി 3D ഇമേജിംഗ് ആൻഡ് പ്രൊപ്പല്ലർ വഴി ചെറിയ ചലനങ്ങളിൽ പോലും മികവാർന്ന ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. തികഞ്ഞ സംതൃപ്തി ഉറപ്പു നൽകുന്നതോടൊപ്പം സാധ്യതകളുടെ വലിയ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH accredited hospital in Thrissur. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി Aquila Finance ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. വാർത്തകൾ തുടർന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയും സംരക്ഷണവും നൽകുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് കുവൈറ്റ് അഗ്നിശമന വിഭാഗം അപകടങ്ങൾ ഒഴിവാക്കാൻ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ നിശ്ചിത അഗ്നിശമന മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. ഫയർ ലൈസൻസുകൾ പുതുക്കുന്നതിലെ കാലതാമസം, സാമ്പത്തിക പിഴകൾ, നിയമപരമായ പിഴകൾ അല്ലെങ്കിൽ അടച്ചുപൂട്ടലിന് പോലും കാരണമാകുമെന്ന് സേനയുടെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അംഗീകൃത സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിനും അഗ്നിശമന സംവിധാനങ്ങളുടെ സന്നദ്ധത ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിക്രമങ്ങളെന്ന് അധികാരികൾ ഊന്നിപ്പറഞ്ഞു. നിയമ നടപടികളിലോ പ്രവർത്തനങ്ങളിലോ തടസ്സങ്ങളോ ഒഴിവാക്കാൻ ലൈസൻസ് കാലഹരണ തീയതികൾക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും പുതുക്കുന്നതിന് മുമ്പ് എല്ലാ സാങ്കേതികത ആവശ്യകതകളും പാലിക്കാനും ഫെസിലിറ്റി ഉടമകളോട് ആവശ്യപ്പെട്ടു. ഇത്തരം പ്രവർത്തനങ്ങൾ അപകട സാധ്യതകൾ ഒഴിവാക്കാനും എല്ലാവർക്കും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കുമെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വിഷൻ ടവർ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിന്റെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. പാലക്കുന്നിൽ 7500 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വാർത്തയും വിനോദവും വിജ്ഞാനവും വിരൽത്തുമ്പിലെത്തിച്ച് 1 ലക്ഷത്തിലധികം കേബിൾ കണക്ഷനും 65,000 ഇന്റർനെറ്റ് ഉപഭോക്താക്കളും 5 ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി ചരിത്ര നേട്ടമാണ് കോളിംഗ് കേബിൾ നെറ്റ് കൈവരിച്ചത്. ജില്ലയിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് വിഷൻ ടവർ എന്ന് നാമകരണം ചെയ്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു CCN ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു.
NH അൻവർ ഫോട്ടോ അനാച്ഛാദനവും NH അൻവർ ഹാൾ ഉദ്ഘാടനവും COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു. കാസർഗോഡ് വിഷൻ ഓഫീസ് ഉദ്ഘാടനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷും നിർവഹിച്ചു. കാസർഗോഡ് വിഷൻ ടീം സോങ് റിലീസ് ഉദുമ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഷിയാസ്, CCN വീഡിയോ ലോഞ്ച് COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ നിർവഹിച്ചു. ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച ഹക്കീം കുന്നിൽ, അബ്ദുൾ റഹിമാൻ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഗോവിന്ദൻ പീലിക്കോട് എന്നിവർ പങ്കെടുത്തു. KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24/7 MD അബൂബക്കർ സിദ്ദിഖ്, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ CBPS, KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി എന്നിവർ സംസാരിച്ചു. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ വിനോദ് P, CCN MD മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി പ്രശസ്ത ഗായകൻ ബലറാം ശ്രീലക്ഷ്മി ശ്രീധർ സംഘവും നയിച്ച 7 നോട്ട്സ് ബാൻഡിന്റെ സംഗീത വിരുന്നും ഒരുക്കിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. പ്രവാസി മലയാളി ഷിലു ജോസഫിന്റെ അകംപാതി പുറംപാതി കഥാസമാഹാരം കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് മന്ത്രി J ചിഞ്ചുറാണി പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ GR ഇന്ദുഗോപൻ പുസ്തകം ഏറ്റുവാങ്ങി. നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് തന്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് എഴുത്തുകാരി ഷിലു ജോസഫ് പറഞ്ഞു. സമകാലിക ലോകത്തെ വിഴുങ്ങിയ വർഗീയതയും ജാതീയബോധവും സ്ത്രീക്കെതിരെ പുരുഷ മേധാവിത്വ സമൂഹം കാണിക്കുന്ന അടിച്ചമർത്തലുകളും മാത്രമല്ല, ദളിതായതിനാൽ പ്രണയത്തിലും ദാമ്പത്യത്തിലും പോലും നേരിടേണ്ടി വരുന്ന വിവേചനം ഉൾപ്പെടെ ഒന്നിലധികം വിഷയങ്ങളെക്കുറിച്ചാണ് എഴുത്തുകാരി തന്റെ പുസ്തകത്തിലൂടെ സംസാരിക്കുന്നത്. നിയമസഭ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടിച്ചേരുന്നൊരിടമാണ്. മാത്രമല്ല ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ആണല്ലോ. എഴുത്തുകാരും വായനക്കാരും എല്ലാം ചേർന്ന് വരുന്ന ഈ സ്ഥലത്ത് തന്നെ വന്നൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കണമെന്ന ആശ ഇന്ന് പൂർത്തീകരിച്ചു. പുസ്തകത്തിന്റെ പേര് അഗൈൻ അകംപാതി പുറംപാതി എന്നാണ്. 12 കഥകളടങ്ങിയ പുസ്തകമാണ്. പ്രവാസിയായ ഷിലു ജോസഫിന്റെ കഥാസമാഹാരം അകംപാതി പുറംപാതി നിയമസഭാ പുസ്തകോത്സവത്തിൽ വച്ച് മന്ത്രി J ചിഞ്ചുറാണി പ്രകാശനം നിർവഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ GR ഇന്ദുഗോപൻ പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരി ഡോക്ടർ K പ്രസീത പുസ്തകം പരിചയപ്പെടുത്തി. സംവിധായകൻ സലാം ബാപ്പു, നടി അഞ്ജിത PR, എഴുത്തുകാരൻ P ജിംഷാർ, സായുജ് ബാലുശ്ശേരി എന്നിവർ സംസാരിച്ചു. മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹോദരങ്ങൾ മത്സരിച്ചതും വിജയിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരേ സമയം ചേച്ചിയും അനിയത്തിയും 2 പഞ്ചായത്തുകളുടെ ഭരണത്തിലെത്തിയതിന്റെ കൗതുകത്തിലാണ് ജനങ്ങൾ. പാലക്കാട് വാണിയംകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റായ K ശ്രീജയും തൊട്ടടുത്തുള്ള തൃക്കടീരി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ ശ്രീലതയുമാണ് ഈ സഹോദരിമാർ. തൊട്ടടുത്തുള്ള 2 പഞ്ചായത്തുകളുടെ ഭരണസമിതിയുടെ നായകരായി 2 സഹോദരിമാർ എന്ന അപൂർവതയാണ് ഇവർക്കുള്ളത്. ചേച്ചി വാണിയംകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീജ, അനിയത്തി തൃക്കടീരി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീലത. ശ്രീജ കന്നിയംഗത്തിൽ ജനപ്രതിനിധിയായി കടന്നു വന്നതാണെങ്കിൽ ശ്രീലതയ്ക്ക് മുമ്പുള്ള 5 വർഷക്കാലത്തെ പരിചയസമ്പന്നതയുണ്ട്. 2 പേർക്കും പഞ്ചായത്തിനെ നയിക്കാനുള്ള ആത്മവിശ്വാസം ചെറുതല്ല. കോളേജ് പഠനകാലത്ത് ഞാനും ചേച്ചിയും ഒരേ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്.
പിന്നെ ചേച്ചി വാണിയംകുളത്തേക്കും അതുപോലെ ഞാൻ തൃക്കടീരി പഞ്ചായത്തിലെ കിഴൂർ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയതും ഒരു പാർട്ടി കുടുംബത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ അതും ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ടുണ്ട്. 2015-20 കാലഘട്ടത്തിൽ ഞാൻ തൃക്കടീരി പഞ്ചായത്തിലെ മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തന പരിചയം തന്നെയാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനങ്ങളും അതുപോലെ പാർട്ടിയും ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ രാധാകൃഷ്ണന്റെയും അമ്മ ചന്ദ്രികയുടെയും പാത പിന്തുടർന്നാണ് ഇരുവരുടെയും പൊതുപ്രവർത്തന മേഖലയിലേക്കുള്ള രംഗപ്രവേശം. വിവാഹശേഷം ശ്രീജ വാണിയംകുളം ത്രാങ്ങാലിയിലും ശ്രീലത തൃക്കടീരി കിഴൂരിലും എത്തിപ്പെട്ടു. ഇരുവരും പൊതുപ്രവർത്തന മേഖലകളിൽ കർമ്മനിരതരായി. ചെറുപ്പം മുതൽ തന്നെ ഈ പാർട്ടി പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വീട്ടുകളിൽ മീറ്റിങ്ങുകളും മറ്റും നടക്കുമ്പോൾ, പാർട്ടി മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടാണ് നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയോടുകൂടി നല്ല രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. രണ്ടുപേരും മഹിളാ അസോസിയേഷൻ പ്രവർത്തനങ്ങളിലും കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും ചുമതലയെടുത്ത് പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജനപ്രതിനിധികളാകുന്നതും. ഒരേ സമയം ചേച്ചിയും അനിയത്തിയും 2 പഞ്ചായത്തുകളുടെ ഭരണസാരഥ്യത്തിലെത്തിയതിന്റെ കൗതുകം ജനങ്ങളിലുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്. ഇനി കായിക വാർത്തകൾ നോക്കാം. സ്പാനിഷ് സൂപ്പർ കപ്പിൽ കിരീടം നിലനിർത്തി FC ബാഴ്സലോണ. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നടന്ന ഫൈനലിൽ ചിരവൈരികളായ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയാണ് ബാഴ്സലോണ ചാമ്പ്യന്മാരായത്. നിശ്ചിത സമയത്തിന്റെ അവസാന നിമിഷത്തോളം ആവേശം നിറഞ്ഞു നിന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ 2-3 ഗോളുകൾക്കാണ് ബാഴ്സയുടെ വിജയം. ബാഴ്സയ്ക്കായി ബ്രസീലിയൻ സൂപ്പർ താരം റഫീഞ്ഞ ഇരട്ട ഗോളുകൾ നേടി. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഫ്രാങ്കി ഡി യോങ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ ബാഴ്സ 10 പേരായി ചുരുങ്ങിയെങ്കിലും റയലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് കറ്റാലൻ പട കിരീടം ഉറപ്പിച്ചു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കരാട്ടെ വൂഷു വിഭാഗത്തിൽ മികച്ച വിജയം നേടി ഇടുക്കിയുടെ അഭിമാനമായി പ്രിയാദ്. അടിമാലിയിലെ SNDPHSSലെ വിദ്യാർത്ഥിയാണ് പ്രിയാദ്. ഈ മാസം 12 മുതൽ 16 വരെ ഇംഫാലിൽ നടക്കുന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയാദ്. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കരാട്ടെ വുഷു വിഭാഗത്തിൽ മികച്ച വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് പ്രിയാദ്. 65 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് പ്രിയാദ് നാടിന് അഭിമാനമായി മാറിയത്. അടിമാലി SNDPHSSലെ വിദ്യാർത്ഥിയാണ് പ്രിയാദ്. ഒപ്പം അടിമാലി ബ്രൂസ്ലി രാജ്മാസ്റ്റർ ജീറ്റ് കുണ്ടോ അക്കാദമിയിലെ വിദ്യാർത്ഥി കൂടിയാണ് ഈ കൊച്ചുമിടുക്കൻ. പ്രിയാദിന്റെ പ്രകടനത്തിന് ലഭിച്ച സ്വർണ്ണ തിളക്കത്തിന്റെ സന്തോഷം ബ്രൂസ്ലി രാജ്മാസ്റ്റർ ജീറ്റ് കുണ്ടോ അക്കാദമിയിലെ പരിശീലകർ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു. ഒക്ടോബർ 14 സംസ്ഥാന സ്കൂൾ ഗെയിംസ് തൃശ്ശൂരിൽ വെച്ചാണ് നമ്മുടെ അടിമാലി ജീക്കുണ്ടോ അക്കാദമിയിൽ നിന്ന് പ്രിയത്ത് ഗോൾഡ് നേടി. ആദ്യമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു 5 വർഷത്തിന് ശേഷമായിട്ട് ഉള്ളിലായിട്ട് ഗോൾഡ് മെഡൽ നേടുന്നത്. മണിപ്പൂരിൽ ജനുവരി 12 മുതൽ 14 വരെ നടക്കുന്ന നാഷണൽ സ്കൂൾ ഗെയിംസ് വുഷു വിഭാഗത്തിൽ പ്രിയത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അടിമാലിയിലെ ജീക്കുണ്ടോ അക്കാദമിയിൽ രാജേന്ദ്ര മാസ്റ്റർ, അഭിജിത് ശിവൻ, ചന്ദ്രശേഖർ 3ാം മാസ്റ്റർ എന്നിവരാണ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അദ്വൈത കൃഷ്ണ 90 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡലും കരസ്ഥമാക്കിയിരുന്നു. അദ്വൈതും അടിമാലി ബ്രൂസ്ലി രാജ്മാസ്റ്റർ ജീറ്റ് കുണ്ടോ അക്കാദമിയിലെ വിദ്യാർത്ഥിയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇനിയൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ 2 പെൺകുട്ടികളെ കാണാനില്ല. കൂനമ്മാവ് സ്വദേശികളെയാണ് കാണാതായത്. ഇരുവർക്കും 14 വയസ്സാണ് പ്രായം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊച്ചിയിൽ നിന്നാണ് ഈ ഒരു വാർത്ത എത്തിയിരിക്കുന്നത്. 2 പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. കൂനമ്മാവ് സ്വദേശികളാണ് ഇവർ. ഈ 2 പെൺകുട്ടികളെ ഇപ്പോൾ കാണാനില്ലെന്നുള്ളൊരു വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ഇരുവർക്കും 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 2 പെൺകുട്ടികളാണ്. 14 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 14 വയസ്സ് മാത്രമേ പെൺകുട്ടികൾക്ക് പ്രായമുള്ളൂ. കൂനമ്മാവ് സ്വദേശികളാണിവർ. 2 പേരെയും കാണാതായിട്ടുണ്ട്.
പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ്. 14 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. കൊച്ചിയിൽ കൂനമ്മാവ് സ്വദേശികളായ 2 പെൺകുട്ടികളെ കാണാനില്ലെന്നൊരു വാർത്തയാണ് എത്തുന്നത്. 14 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടികളുടെ പ്രായം. ഇരുവരെയും കാണാനില്ല. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇടവേള. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. 1ാം സമ്മാനം 20 കോടി രൂപ, 2ാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്, 3ാം സമ്മാനം 10 ലക്ഷം വീതം 20 പേർക്ക്, 4ാം സമ്മാനം 3 ലക്ഷം വീതം 20 പേർക്ക്, 5ാം സമ്മാനം 2 ലക്ഷം വീതം 20 പേർക്ക്, കൂടാതെ നിരവധി സമ്മാനങ്ങളും. ടിക്കറ്റ് വില 400 രൂപ. നറുക്കെടുപ്പ് 2026 ജനുവരി 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. വിശ്വസ്തം, സുതാര്യം, ജനകീയം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. Kavita Gold and Diamonds, the versatile jewelry. My G Future. Experience the next. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Anashura Jewelers, the queen of lightweights. അടൂർ, കൊച്ചി ആൻഡ് കൊല്ലം. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Hurix Google TV by CJ Smart. സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. KSFയുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. മിസ്റ്റർ മേഡ് സ്കാസു ഫ്രം സ്കാസൻ ഇന്ത്യ. Aquila Finance, the legacy of trusted service since 1995. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited. First NABH accredited hospital in Trichure. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. നറുക്കെടുപ്പ് 2026 ജനുവരി 24. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാടു. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. രാഹുൽ മാങ്കുടത്തിൽ MLA അതിജീവിതയ്ക്ക് അയച്ച ഭീഷണി സന്ദേശങ്ങൾ പുറത്ത്. പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും തിരിച്ചടി താങ്ങില്ലെന്നും രാഹുൽ മാങ്കുടത്തിൽ. തനിക്കെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുമെന്നും ഭീഷണി. രാഹുൽ മാങ്കുടത്തിനെതിരായ SITയുടെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. തെളിവെടുപ്പിനായി 7 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം. കുറ്റകൃത്യം നിലനിൽക്കില്ലെന്നും ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം.
ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SITക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടക്കുന്നതെന്നും ചോദ്യം. വിമർശനം കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ. ഒരാൾ പ്രതി ചേർത്ത അന്നു മുതൽ ആശുപത്രിയില്ലെന്നും നിരീക്ഷണം. വിമർശനം പ്രതികളായ പത്മകുമാർ, ഗോവർദ്ധൻ, മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ പ്രതികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. കേരളത്തിന്റെ മുന്നോട്ട് പോക്ക് തടയിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ചില വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക നയത്തിനുമെതിരെ സത്യാഗ്രഹ സമരം നടത്തി LDF. സമരം ജനങ്ങളെ കബളിപ്പിക്കാനെന്നും പ്രതിപക്ഷ നേതാവ്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതി. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിലെത്തിയത് 10 ദിവസത്തിൽ താഴെ മാത്രമെന്നും വിമർശനം. കോടതിയിലെത്തുന്ന സമയം ഉറങ്ങാറാണ് പതിവെന്നും പരിഹാസം. വിമർശനം കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ. മകരവിളക്കിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. ഘോഷയാത്ര പുറപ്പെട്ടത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന്. മകരവിളക്ക് ബുധനാഴ്ച സന്നിധാനത്ത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയുടെ മൊഴിയെടുത്ത് CBI. ഡൽഹി CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ നീണ്ടത് 5 മണിക്കൂർ. പാർട്ടിയല്ല ദുരന്തത്തിന് കാരണമെന്ന് വിജയ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. വിജയുടെ ആവശ്യം പരിഗണിച്ച് നാളെ ഹാജരാകണമെന്ന നിർദ്ദേശം പിൻവലിച്ചു. The PSLV vehicle is a 4-stage vehicle with 2 solid stages and 2 liquid stages. The performance of the vehicle up to the end of, close to the end of third stage was as expected. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates. And subsequently, there is a deviation observed in the flight path. ISROയുടെ PSLV C-62 വിക്ഷേപണം പരാജയം. വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിൽ തകരാർ തിരിച്ചടിയായി. വിക്ഷേപണം ലക്ഷ്യം കണ്ടില്ലെന്നും ISRO ചെയർമാൻ. PSLV ദൗത്യം പരാജയപ്പെടുന്നത് തുടർച്ചയായ 2ാം തവണ.